യുവനേതാവ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി എന്താകുമെന്ന ചോദ്യത്തിന് ഒടുവിൽ കൃത്യമായ ഒരു ഉത്തരം ലഭിക്കുകയാണ്. രാഷ്ട്രീയ ജീവിതത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ചില പീഡന കേസുകൾക്ക് പ്രതിയായി രാഹുലിന് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായത്. 3 വ്യത്യസ്ത പീഡന കേസുകളാണ് അദ്ദേഹത്തിനെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ നിയമപരമായ തടസ്സങ്ങൾ കാരണം മാത്രമാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കുവാനുള്ള അവസരം രാഹുലിന് നിഷേധിക്കപ്പെട്ടത്. അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരുമോ, വീണ്ടും ജനപ്രീതിയാകുമോ, ഭാവിയിൽ കേരളത്തിന്റെ മന്ത്രിസഭയുടെ ഭാഗമാകുമോ എന്നൊക്കെ വലിയ ആകാംക്ഷയോടെയാണ് നിരവധി മലയാളികൾ ഉറ്റുനോക്കുന്നത്. ഈ കേസുകളിൽ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കപ്പെട്ടെങ്കിൽ മാത്രമേ രാഹുലിന് രാഷ്ട്രീയത്തിലേക്ക് ഒരു തിരിച്ചുവരവ് സാധ്യമാകൂ എന്നതായിരുന്നു പൊതുവായിട്ടുണ്ടായ വിലയിരുത്തൽ. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പീഡന കേസുകൾ പൂർണ്ണമായും റദ്ദാക്കാൻ പോവുകയാണ്. സംസ്ഥാന സർക്കാരോ പോലീസോ സ്വമേധ ചെയ്യുന്നതല്ല ഇത്. മറിച്ച് രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ കൃത്യമായ ഒരു വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം നടക്കാൻ പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ട 3 കേസുകളിലെയും പ്രധാന കുറ്റാരോപണം എന്ന് പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നുള്ളതായിരുന്നു. എന്നാൽ ഇത് പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ബന്ധമായിരുന്നു എന്നും അതിനാൽ തന്നെ താൻ ഈ രാജ്യത്തെ ഒരു നിയമവും ലംഘിച്ചിട്ടില്ല എന്നുമാണ് കേസുകൾ ഉണ്ടായ ആദ്യഘട്ടം മുതൽ ഇന്ന് വരെ രാഹുൽ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് രാഹുലിന് വലിയ ആശ്വാസമാകുന്നതും പരാതിക്കാർക്ക് കനത്ത തിരിച്ചടിയാകുന്നതുമായ ഒരു നിർണായക വിധി സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. സുപ്രീം കോടതി ജസ്റ്റിസുമാരായ BV നാഗരത്ന, ഉജ്വൽ ബയ്യൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ സുപ്രധാന വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. ഈ സുപ്രീം കോടതി ബെഞ്ചിന്റെ നിരീക്ഷണം അനുസരിച്ച് വിവാഹിതരായ സ്ത്രീകൾക്ക് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി ചൂഷണം നടന്നു എന്ന പരാതിയുമായി കോടതിയെയോ പോലീസിനെയോ സമീപിക്കുവാൻ കഴിയില്ല. ഹിന്ദു വിവാഹ നിയമത്തിലെ വകുപ്പുകൾ കൃത്യമായി ഉദ്ധരിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഇത്തരത്തിലൊരു വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. ഹിന്ദു വിവാഹ നിയമം അനുസരിച്ച് വിവാഹിതനായ ഒരു വ്യക്തിക്ക് ആ വിവാഹബന്ധം നിലനിൽക്കെ തന്നെ മറ്റൊരു വിവാഹബന്ധത്തിലേക്ക് നിയമപരമായി കടക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വിവാഹിതയായ ഒരു സ്ത്രീ മറ്റൊരാൾ തനിക്ക് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്നതിൽ യാതൊരുവിധ അടിസ്ഥാനവുമില്ലെന്ന്, അങ്ങനെയുള്ള പരാതികൾ നൽകുവാൻ പോലും അവർക്ക് അർഹതയില്ലെന്നുമാണ് സുപ്രീം കോടതി വ്യക്തമാക്കുന്നത്. ഡൽഹി സ്വദേശിനിയായ ഒരു അഭിഭാഷക നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള കേസ് തീർപ്പാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതി ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. മറ്റൊരാളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരു അഭിഭാഷകനുമായി ബന്ധം സ്ഥാപിച്ച ആ വനിത പിന്നീട് അയാൾ തന്നെ വിവാഹ വാഗ്ദാനം നൽകി ചൂഷണം ചെയ്തു എന്ന പരാതിയുമായി പോലീസിനെ സമീപിക്കുകയായിരുന്നു. ഈ കേസിലാണ് സുപ്രീം കോടതി പ്രതിയായ അഭിഭാഷകനെ കുറ്റവിമുക്തനാക്കുകയോ FIR റദ്ദാക്കുകയോ മാത്രമല്ല ചെയ്തത്, മറിച്ച് വളരെ കാര്യഗൗരവമുള്ള ഈ നിയമപരമായ നിരീക്ഷണം കൂടി വിധി പ്രസ്താവത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ വലിയ രീതിയിലാണ് ആശ്വാസകരമാക്കുന്നത്. കാരണം അദ്ദേഹത്തിനെതിരെയുള്ള 3 പരാതികളിലും ആദ്യത്തെ 2 കേസുകളിലെ പരാതിക്കാർ നിയമപരമായി വിവാഹിതരായ സ്ത്രീകളായിരുന്നു. അതിലൊരാൾ മാധ്യമ പ്രവർത്തകയും മറ്റൊരാൾ വിദേശ മലയാളിയുമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ 2 സ്ത്രീകളും രാഹുലുമായി ബന്ധം സ്ഥാപിച്ചതും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതും അവർക്ക് ഭർത്താക്കന്മാർ ഉണ്ടായിരുന്ന, അതായത് നിയമപരമായ വിവാഹിതരായിരുന്ന ഘട്ടത്തിൽ തന്നെയാണ്. നമ്മുടെ രാജ്യത്തെ നിയമമനുസരിച്ച് പ്രായപൂർത്തിയായ 2 വ്യക്തികൾ പരസ്പര സമ്മതത്തോടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ക്രിമിനൽ കുറ്റമല്ല. അതുകൊണ്ട് തന്നെ പരാതിക്കാർ വിവാഹിതരായതിനാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആദ്യ 2 പീഡന കേസുകളും റദ്ദാക്കുമെന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ചുരുക്കത്തിൽ സാങ്കേതികമായി രാഹുലിനെതിരെയുള്ള 3 പീഡന കേസുകളും പൂർണ്ണമായും റദ്ദാക്കാൻ പോവുകയാണ്. തങ്ങളെ വിവാഹ വാഗ്ദാനം നൽകി രാഹുൽ പീഡിപ്പിച്ചു എന്ന പരാതിക്കാരുടെ വാദങ്ങളെ സുപ്രീം കോടതി വിധി പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് ഇതിലൂടെ ഇരട്ടി ആനുകൂല്യമാണ് ലഭിക്കുന്നത്. സ്വാഭാവികമായും വിചാരണ പ്രക്രിയ പൂർത്തിയാകുമ്പോൾ അദ്ദേഹം കുറ്റവിമുക്തനാകുമെന്ന് നേരത്തെ തന്നെ വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നുവെങ്കിലും വിചാരണ നടപടികൾ അനന്തമായി നീണ്ടുപോകുന്നത്
അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തിരിച്ചുവരവിന് വലിയ തടസ്സമായിരുന്നു. എന്നാൽ ഇപ്പോൾ വിചാരണ നടപടികൾ പോലും പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് കേസ് തന്നെ അടിയന്തരമായി റദ്ദ് ചെയ്യാൻ സാധിക്കുമെന്ന തരത്തിലുള്ള വിധി സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായ സാഹചര്യത്തിൽ രാഹുൽ എത്രയും പെട്ടെന്ന് കേരള ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അറിയാൻ കഴിയുന്നത്. സുപ്രീം കോടതി വിധിയുടെ വിശദാംശങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചാൽ വളരെ എളുപ്പത്തിൽ തന്നെ ഈ കേസുകൾ അദ്ദേഹത്തിന് റദ്ദാക്കിയെടുക്കുവാൻ സാധിക്കും. രാഹുൽ മാങ്കൂട്ടം 100% ഈ കേസുകളിൽ നിന്ന് വിമുക്തനാകുമെന്നും അദ്ദേഹത്തിന് നീണ്ട നിയമപര പോരാട്ടങ്ങൾ നടത്തേണ്ട സാഹചര്യം ഉണ്ടാകില്ലെന്നും ഉറപ്പു നൽകിക്കൊണ്ടാണ് ഈ വിധി. രാഹുൽ മാങ്കൂട്ടത്തെ സ്നേഹിക്കുന്ന കോൺഗ്രസ് UDF പ്രവർത്തകർക്കും പൊതുസമൂഹത്തിനും ഏറെ ആശ്വാസം നൽകുന്ന ഒന്നാണ് ഈ വാർത്ത. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സജീവ രാഷ്ട്രീയത്തിലേക്കുള്ള മടങ്ങിവരവിന് ഇത് വഴി തുറക്കുകയും ചെയ്യും എന്നതിൽ തർക്കമില്ല. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ മിറർ.